രാവിലെ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം പിന്നെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ തൃശ്ശൂർ എത്തിയപ്പോൾ അവിടെ എക്സിബിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനാണെങ്കിൽ ഇന്ന് വരെ എക്സിബിഷൻ കണ്ടിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛനുള്ള സമയത്ത് അച്ഛനും അമ്മയൊക്കെ കൂടി വന്നിട്ട് അങ്ങനെ കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളും ആര്യനാണെന്ന് വെച്ചെങ്കിലും കുറച്ച് ദിവസമായി ഇങ്ങനെ പറയണു അമ്മ എക്സിബിഷന് പോകണമെന്ന്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ എക്സിബിഷന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് അവിടെ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയില്ലേ, അപ്പോൾ തിരക്ക് കുറവാകും എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ എന്താ സിയമോൾ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് അവളുടെ ഷൂ ഒക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവൾ ഷൂ ഒക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എന്താ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ നടന്നു വരികയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ സിയമോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ സ്വഭാവമൊക്കെ മാറിയത്. ആര്യനും ഏട്ടനും കൂടിയിട്ട് മുന്നിൽ പോയിട്ട് അവർ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്ത് ഞങ്ങളിതാ ഉള്ളിലൊക്കെ കയറി. ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ കുറച്ചിങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒരു സ്റ്റോളിൽ നിന്ന് ഞങ്ങളിങ്ങനെ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന മിഠായികളില്ലേ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ് നടന്നിരുന്നത്. ഈ ഐസ്ക്രീമിൻ്റെ ഇവിടെ എത്തിയപ്പോൾ സിയമോൾ വേഗം മിഠായി എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്ന്. പിന്നെ അവൾക്ക് ഐസ്ക്രീം മതി കേട്ടോ. അപ്പോൾ അവരെല്ലാവരും സിയമോൾ ഒരു കുൽഫി വാങ്ങി. പിന്നെ ബാക്കിയുള്ള ഒരു മാംഗോ ബാർ, ചോക്കോ ബാറല്ല മാംഗോ ബാർ, അവരൊക്കെ പിന്നെ കോൺ വാങ്ങി. ഞാനത് വാങ്ങിയിട്ടുള്ളത് കോൺ ഐസ്ക്രീമും വാങ്ങിയിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവസാനം പുറത്ത് കടന്ന് കിട്ടിയാൽ മതിയായി. അത്രയും നടന്ന് ക്ഷീണിച്ചോട്ടെ. എനിക്കറിയണ്ടായിരുന്നില്ല ഇത്രയും കടകൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്നു. അമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കടകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, നമുക്ക് വേണ്ടത് എന്ത് സാധനം അണിച്ചെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും അധികം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വശത്ത് കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എൻഡിലേക്ക് എത്തണമെച്ചെങ്കിലും ഒരുപാട് നടക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കടയിൽ കയറാനൊന്നും നിന്നില്ല. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതി എന്നുള്ള ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിങ്ങനെ എത്ര അധികം കടയിൽ കയറി ഇറങ്ങി നടക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ അവസാനം ഒരു കടയിലും കയറാതെ പിന്നെ അങ്ങനെ ഒരൊറ്റ നടത്തായിരുന്നു. അവസാനം ഒരുപാട് നടന്നിട്ടാണ് പുറത്തേക്ക് എത്തിയുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് നേരെ പോകണം. ആരും ദേവട്ടിനും ഇത് അൽഫാം മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു ഫ്രൈഡ് റൈസും വാങ്ങി. അപ്പോൾ ഞാനും സിയമോളും ഫ്രൈഡ് റൈസ് കഴിച്ച് മറ്റൊരു 3 ആളും ഇത് അൽഫാമാണ് കേട്ടോ കഴിക്കുന്നത്. അൽഫാമും കുബൂസാണ് വാങ്ങിയിട്ടുള്ളത്. അവർക്കത് മതി എന്ന് പറഞ്ഞിട്ട്. ആര്യനൊക്കെ ഇഷ്ടം കൊണ്ട് വാങ്ങിയതുകൊണ്ടാണ് തോന്നുന്നു ആര്യ അത് ഇരുന്ന് കഴിച്ചു കേട്ടോ. എന്തായാലും അവൻ ഫുള്ള് കഴിച്ചു. പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര്യ അതേപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും. പിന്നെ അതേ സിയമോൾക്ക് ഫ്രൈഡ് റൈസ് സിയമോൾ ഒറ്റയ്ക്കാണ് എടുക്കണത്. അവൾക്ക് പ്രത്യേകം പ്ലേറ്റൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫ്രൈഡ് റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായിട്ടോ. ഞാനും സിയമോളും കൂടിയിട്ട് കഴിച്ചു. ഞാൻ തന്നെ കഴിച്ചത്. പിന്നെ ദേവൂട്ടനും വിനാശേട്ടനും ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓരോ സ്പൂൺ വീതം കഴിച്ചു നോക്കി. ബാക്കിയൊക്കെ ഞാൻ തന്നെ കഴിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് അൽഫാം അത്ര ഇഷ്ടമായില്ല. ഞാനൊരു പീസ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ അവർക്ക് തന്നെ അത് കൊടുത്തു. എനിക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നടന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ ഇവർ ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി സിയമോൾക്ക് ഫുഡ് കൊടുക്കണം. സിയമോളാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ചില സമയത്ത് കൊടുക്കാൻ സമ്മതിക്കും, ചില സമയത്ത് അവൾക്കൊരു വാശി പോലെ. അവസാനം ഞാൻ അവൾക്ക് പിടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറിയതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ സീറ്റൊക്കെ ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് ഞാൻ കിടക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര പുറം വേദനയും. അപ്പോൾ ഞാൻ വിചാരിച്ചത് നടന്നിട്ടാണ് ഈ പുറം വേദന എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ദേവൂട്ടനെ താഴെ ഇറക്കി കിടത്തിയിട്ട് ദേവൂട്ടൻ്റെ മടിയിലാണ് തോന്നുന്നു സിയമോളൊക്കെ എടുക്കുന്നത്. അവരങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അവരവിടെ 3 ആളും കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എനിക്ക് അത്രയും ക്ഷീണമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പുറം വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഞാനിങ്ങനെ സീറ്റ് ഇതാക്കിയിട്ടിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വണ്ടിയിലിരുന്നിട്ട് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ആ വീട് എത്താറാവുമ്പോൾ ഏട്ട സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ അറിയണത്. അപ്പോൾ ഞാനിതാ സിയമോൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവളുടെ ഡ്രസ്സിൽ അവൾ ഐസ്ക്രീം കഴിച്ചതും ഫുഡ് കഴിച്ചതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്.
പിന്നെ വീട്ടിലെത്തി മേലുകഴുകലൊക്കെ കഴിഞ്ഞു ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങിയുള്ള മിഠായികളൊക്കെ നിർത്ത് നോക്കുക കേട്ടോ. ഞാൻ അവിടെ നിന്ന് വേറെ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ഈ ഒരു കടയിൽ കയറിയിട്ട് ഈ ഒരു മിഠായികൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് നോക്കുകയൊക്കെ വേണം. പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നാമത് വയ്യ. എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ അവിടെ പിന്നെ പഞ്ഞിമിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും സേമോളും കൂടിയിട്ട് അതിരുന്ന് കഴിക്കുക കേട്ടോ. കുട്ടികളവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. അവർക്ക് വേറെ കുറേ മിഠായികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ അങ്ങനെ എന്തെടുത്ത് കഴിക്കുമായിരുന്നു. സേമോളാണെന്ന് വെച്ചെങ്കിൽ ഒന്നാകടുത്ത് വായിലേക്ക് ഇടുന്നത്. എനിക്കാണെങ്കിൽ അവൾക്ക് മിഠായി അധികം കൊടുക്കാനും പേടിയാട്ടോ. അവൾക്ക് ചില സമയത്തൊരു വയറുവേദന പറയും. അപ്പോൾ ഞാൻ പറയും മിഠായി അധികം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഴിക്കാനും കൊടുക്കാറില്ല, അധികം കൊടുക്കില്ല. പക്ഷെ അവൾ അത്യാവശ്യം കഴിക്കാറുണ്ട് മിഠായി. എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ പ്ലേസ് ഒന്നുമില്ല. സ്വത്തല്ല ട്ടാ, മിഠായി തരില്ല ട്ടാ. അല്ല, നമ്മുടെ സുന്ദരി മോളല്ല ട്ടാ. വേണ്ട വേണ്ട, മിഠായില്ല, തരില്ല. അതാ കുട്ടിക്ക് താക്കാനെ വെച്ചോടേ. നാളെ തരാം, നാളെ തരുമോ? പിന്നെ എന്ത് ചെയ്യും മോളെ? ആർക്കാ വയറുവേദന ചെയ്തത്? അപ്പൊ ഈ മിഠായി കഴിക്കാൻ പാടില്ല. അപ്പൊ മിഠായി കഴിക്കണ്ട ടങ്ങി.